Hello everyone, welcome back to my YouTube channel. എൻ്റെ പേര് അരുൺ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അല്ലെങ്കിൽ ഇൻ്റർനെറ്റിലൂടെ വരുമാനം നേടാൻ നിങ്ങളെ സഹായിക്കുന്ന 10 വഴികൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇത് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടാൽ ഇത്ര രൂപ കിട്ടും, അല്ലെങ്കിൽ ഏതെങ്കിലും ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്താൽ ഇത്ര രൂപ കിട്ടും എന്ന് പറയുന്ന ഉടായ്പ് വഴികളോ ഒന്നുമല്ല. ജെന്യൂനായിട്ട് നിങ്ങൾ 100% കമ്മിറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റിട്ടേൺ കിട്ടുന്ന, വരുമാനം കിട്ടുന്ന 10 വഴികളാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. കാരണം കൊറോണ സമയത്തൊക്കെ ഒരുപാട് ആൾക്കാരുടെ ജോലി പോയിട്ടുണ്ട്. അവർക്ക് ഒരു സ്ഥിര വരുമാനം അല്ലെങ്കിൽ ഒരു ഇൻകം എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായിട്ട് നിൽക്കുന്ന ഒരു സമയമാണിത്. അതുകൊണ്ട് വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഈ 10 പോയിന്റിൽ ഏതെങ്കിലും ഒരു പോയിന്റ് അല്ലെങ്കിൽ ഒരു വഴി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ വഴി എന്താണെന്ന് വെച്ചാൽ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആണ്. ഈ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന വേർഡ് നിങ്ങൾ ഒരുപാട് ആൾക്കാർ കേട്ടിട്ടുണ്ടാവും. അതായത് ഈ ഒരു അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഓൺലൈൻ പർച്ചേസിംഗുമായിട്ട് വളരെയധികം റിലേറ്റഡ് ആയിട്ടുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു യൂണിക് ലിങ്ക് വെച്ചിട്ട് മറ്റാരെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന ആരെങ്കിലും ഒക്കെ പ്രൊഡക്റ്റുകളോ അല്ലെങ്കിൽ സർവീസുകളോ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ ഇത്ര പെർസെൻറ്റേജ് അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂവിൻ്റെ ഇത്ര പെർസെൻറ്റേജ് നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടും. ഒരു കമ്മീഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് അല്ലെങ്കിൽ ഒരു കാര്യമാണ് ഈ ഒരു അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. വലിയ വലിയ കമ്പനികളൊക്കെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് പ്രോഗ്രാം നടത്തുന്നുണ്ട്. ഇതിലേതെങ്കിലും ഒരു അഫിലിയേറ്റ് പ്രോഗ്രാമിൽ നിങ്ങൾക്ക് അംഗമാവണമെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഗൂഗിളിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിൻ്റെ അഫിലിയേറ്റ് പ്രോഗ്രാമിലാണ് ചേർന്നതെങ്കിൽ ഫ്ലിപ്കാർട്ട് അഫിലിയേറ്റ് പ്രോഗ്രാം എന്ന് സെർച്ച് ചെയ്യുക. ജസ്റ്റ് അതിൽ പോയിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു യൂണിക് ലിങ്ക് കിട്ടും. ആ ലിങ്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു ഫ്ലിപ്കാർട്ടിലാണ് നിങ്ങൾ അക്കൗണ്ട് അഫിലിയേറ്റ് പ്രോഗ്രാം തുടങ്ങുന്നതെങ്കിൽ അതിലുള്ള എല്ലാ പ്രൊഡക്റ്റുകളും ആ ഒരു ലിങ്കിൽ നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ അതിലുള്ള ഈ പ്രൊഡക്റ്റുകൾ നിങ്ങളുടെ ലിങ്കാക്കി മാറ്റാൻ സാധിക്കും. എന്നിട്ട് ആ ലിങ്ക് നിങ്ങൾക്ക് പബ്ലിക്കിൽ ഇൻ്റർനെറ്റിലേക്കൊക്കെ നിങ്ങൾക്ക് കൊടുക്കാം. ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ആരെങ്കിലും ആ ഒരു സാധനം അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത പ്രൊഡക്റ്റോ അല്ലെങ്കിൽ സർവീസോ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഇത്ര പെർസെൻറ്റേജ് കമ്മീഷൻ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു പ്രൊഡക്റ്റിൻ്റെ അഫിലിയേറ്റ് ലിങ്ക് ഉണ്ടാക്കിയിട്ട് വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ സ്പ്രെഡ് ചെയ്ത് കഴിയുന്നുണ്ടെങ്കിൽ ആ ഒരു ലിങ്ക് ഉപയോഗിച്ച് ഒരുപാട് ആൾക്കാർ പർച്ചേസ് ചെയ്താൽ അത്രയും ഈച്ച് പർച്ചേസിന് നിങ്ങൾക്ക് അതിൻ്റെ കമ്മീഷൻ അടിക്കും എന്നുള്ളതാണ് ഒരു കാര്യം. ഫോർ എക്സാമ്പിൾ ആയിട്ട് 1 ലക്ഷത്തിൻ്റെ ഒരു ക്യാമറ ഒരാൾ മേടിക്കുമെന്ന് വെച്ചാൽ നിങ്ങളുടെ അഫിലിയേറ്റ് ലിങ്ക് വെച്ചിട്ട് അതിൻ്റെ 5 to 20% വരെ കമ്മീഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ വഴി എന്താണെന്ന് വെച്ചാൽ സെൽ യുവർ ഫോട്ടോസ് ആൻഡ് വീഡിയോസ് ആണ്. അതായത് നിങ്ങൾ ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ എടുത്ത ആ ഒരു ഫോട്ടോസും വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് ഇൻ്റർനെറ്റിലൂടെ വിൽക്കാൻ അല്ലെങ്കിൽ സെൽ ചെയ്യാൻ പറ്റും. അതിനുള്ള ഒരുപാട് വെബ്സൈറ്റുകൾ അവൈലബിൾ ആണ്. ഉദാഹരണത്തിന് അഡോബ് സ്റ്റോക്ക് അല്ലെങ്കിൽ ഷട്ടർ സ്റ്റോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വെബ്സൈറ്റുകളുണ്ട്. നിങ്ങൾക്ക് ആ ഒരു വെബ്സൈറ്റിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങളെടുത്ത ഫോട്ടോസും വീഡിയോസും ഒക്കെ നിങ്ങൾ പറയുന്ന എമൗണ്ടിന് നിങ്ങൾക്ക് ആ ഒരു വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ലിസ്റ്റ് ചെയ്ത ആ ഫോട്ടോസും വീഡിയോസും ഒക്കെ ആ ഒരു വെബ്സൈറ്റിൽ സന്ദർശിക്കുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടും അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് പർച്ചേസ് ചെയ്യും. അത് പർച്ചേസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഇൻകം നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ടാമത്തെ വഴി. അപ്പോൾ നമുക്ക് നമ്മുടെ മൂന്നാമത്തെ വഴിയിലേക്ക് കടക്കാം. വേറെ ഒന്നുമല്ല, ഫ്രീലാൻസിങ്. ഫ്രീലാൻസിങ് എന്ന് പറയുന്ന വേർഡ് നിങ്ങൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ടാവും. അതായത് നിങ്ങൾക്ക് ഫ്രീലാൻസ് ആയിട്ട് മറ്റ് കമ്പനികൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഔട്ട്സോഴ്സിംഗ് എന്നൊക്കെ പറയും, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ വീട്ടിലിരുന്നിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റ് കണക്ഷനും മാത്രം മതി. ഫ്രീലാൻസിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യന്മാർക്കും ഓരോ കഴിവുകളുണ്ടാവും. ഇപ്പം നിങ്ങൾക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്യാനുള്ള കഴിവ്, അല്ലെങ്കിൽ ഗ്രാഫിക് ഡിസൈനിങ് ചെയ്യാനുള്ള കഴിവൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഫ്രീലാൻസിങ് വെബ്സൈറ്റുകളിൽ നിങ്ങളുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ ഒരു ഫ്രീലാൻസിങ് വെബ്സൈറ്റുകളിൽ കയറുന്നതായിരിക്കും. അവർക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എൻ്റെ ഫോട്ടോ എഡിറ്റ് ചെയ്യുന്ന ഒരാൾ ആവശ്യമുണ്ട്. ഞാൻ ജസ്റ്റ് കയറിയിട്ട് ഫ്രീലാൻസിങ് അതുപോലെയുള്ള ഒരുപാട് വെബ്സൈറ്റുകളുണ്ട്, freelance.com എന്നൊക്കെ പറയുന്നത്. അതിൽ കയറിയിട്ട് ജസ്റ്റ് സെർച്ച് ചെയ്യും. അപ്പോൾ ഒരുപാട് ആൾക്കാരെ കാണും. അവരെ കോൺടാക്ട് ചെയ്യും, അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ഒരു പ്രൈസ് അവരിട്ടുണ്ടാവും. അതിനനുസരിച്ച് നമ്മുടെ വർക്ക് അവർക്ക് കൊടുക്കും. അവർ ആ വർക്ക് കറക്റ്റ് ടൈമിൽ ചെയ്ത് തീർക്കും. നമ്മളതിന് ക്യാഷ് കൊടുക്കും. പ്രത്യേകിച്ച് ഇത്തരം കഴിവുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീലാൻസിംഗ് എന്ന് പറയുന്ന സൈറ്റിൽ ഓൺലൈനായിട്ട് നിങ്ങളുടെ വർക്കുകളൊക്കെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിന് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഇൻകം നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ നാലാമത്തെ വഴിയിലേക്ക് കിടക്കാം. അത് വേറെ ഒന്നുമല്ല, യൂട്യൂബാണ്. ഓക്കെ, യൂട്യൂബിൽ നിങ്ങളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാർ ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് യൂട്യൂബിലൂടെ ചാനൽ ക്രിയേറ്റ് ചെയ്ത് വീഡിയോസ് ഇട്ട് അതിലൂടെ ഇൻകം കിട്ടുക എന്നുള്ളതാണ്. ശരിക്കും യൂട്യൂബിൽ എങ്ങനെ ഇൻകം കിട്ടുന്നതെന്ന് വെച്ചാൽ യൂട്യൂബിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ട്, ആഡ്സൻസ് എന്ന് പറയും. നമ്മൾ ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് യൂട്യൂബ് പറയുന്ന ഒരു 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് ടൈമും ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആഡ്സൻസ് പ്രോഗ്രാമിന് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ്. നമുക്ക് ആ ഒരു ആഡ്സൻസ് പ്രോഗ്രാം അപ്രൂവ് ആയി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളിടുന്ന വീഡിയോസിലെല്ലാം അവിടെ ഇവിടെ തുടക്കത്തിലും അവസാനവും അല്ലെങ്കിൽ മിഡിലൊക്കെ ആയിട്ട് പരസ്യങ്ങൾ കാണുന്നതായിരിക്കും. ആ പരസ്യങ്ങൾ മറ്റുള്ളവർ കാണുമ്പോൾ നമുക്ക് ക്യാഷ് കിട്ടും. ഓക്കെ, ഒരു 75% ക്യാഷ് നമുക്ക് കിട്ടുന്നതായിരിക്കും. അതാണ് യൂട്യൂബിൻ്റെ ആഡ്സൻസ് എന്ന് പറയുന്നത്. സോ നിങ്ങൾ വെറുതെ ഇരിക്കുകയാണ്, ചുമ്മാ ഇരിക്കുകയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും കഴിവോ
ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതിലൂടെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ അഞ്ചാമത്തെ വഴി എന്ന് പറയുന്നത് വെർച്വൽ അസിസ്റ്റൻഷിപ്പ് ആണ്. അതായത് VA എന്ന് പറയും. ഈ VA എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു ബിസിനസ് സ്ഥാപനത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെപ്പറേറ്റ് ഒരു വ്യക്തിക്കോ വെർച്വലായിട്ട് അസിസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതിനാണ് ഈ ഒരു VA എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഒരു കമ്പനിയുടെ ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യുക, അല്ലെങ്കിൽ കോൾ എക്സിക്യൂട്ടീവ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു എൻക്വയറിക്ക് ആൻസർ കൊടുക്കുന്ന ഒരാളായിട്ടോ, അല്ലെങ്കിൽ അവരുടെ ഡാറ്റ കീപ്പ് ചെയ്യുന്നതോ, അല്ലെങ്കിൽ അവരുടെ ബിസിനസ്സിന് ഡെവലപ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള നോളജുകൾ പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ പുതിയ പുതിയ ഇൻഫർമേഷൻസ് കാര്യങ്ങളൊക്കെ അവരെ പറഞ്ഞ് അവരെ അസിസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവരെ ഓൺലൈനായിട്ട് മാർക്കറ്റ് ചെയ്യുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു സംഭവത്തിനാണ് ഈ ഒരു VA അല്ലെങ്കിൽ ഒരു വെർച്വൽ അസിസ്റ്റൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് VA ആയിട്ട് ഓൺലൈനായിട്ട് വർക്ക് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഓൺലൈനായിട്ട് സെർച്ച് ചെയ്താൽ മാത്രം മതി. ഒരുപാട് കമ്പനികൾ ഇത്തരത്തിലുള്ള VAകളെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ആറാമത്തെ വഴിയിലേക്ക് കിടക്കാം, ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ. ഓക്കെ, അതാണ് നമ്മുടെ ആറാമത്തെ വഴി. വേറെ ഒന്നുമല്ല, ഒരുപാട് കമ്പനികൾക്ക് അവരുടെ കണ്ടന്റുകൾ, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ആയിട്ട് അവരൊരു വെബ്സൈറ്റ് ഉണ്ടാക്കി, ആ വെബ്സൈറ്റ് ഇംഗ്ലീഷിലാണ് ഉണ്ടാക്കിയേക്കുന്നത്. അത് മറ്റാൾക്കാർക്ക് അല്ലെങ്കിൽ മറ്റ് ലാംഗ്വേജ് അറിയുന്ന ആൾക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് സ്പാനിഷിലേക്ക് മാറ്റുക. ഇനി അതും അല്ലെങ്കിൽ നമ്മൾ ഒരു മലയാളത്തിലൊരു കണ്ടന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു, അത് ഇംഗ്ലീഷിലേക്ക് മാറ്റുക. അങ്ങനെ ഒരു ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്ക് മാറ്റേണ്ട ആവശ്യം വരും. സോ നിങ്ങൾക്ക് ഇത്തരത്തിൽ ലാംഗ്വേജിൽ പ്രത്യേകിച്ച് ഇംഗ്ലീഷോ അല്ലെങ്കിൽ മറ്റു ഭാഷകളൊക്കെ അറിയുമെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വർക്കുകളിൽ ഏർപ്പെടാവുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഏഴാമത്തെ വഴിയിലേക്ക് കിടക്കാം. അത് ഓൺലൈൻ ട്യൂട്ടിംഗ് ആണ്. അതായത് നിങ്ങൾക്ക് പഠിപ്പിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ, ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് മറ്റുള്ളവരെ പഠിപ്പിച്ച് അല്ലെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ടീച്ചിങ് അല്ലെങ്കിൽ ട്യൂട്ടറായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതുപോലെയുള്ള ഒരുപാട് വെബ്സൈറ്റുകളുണ്ട്. അതിൻ്റെ ലിങ്കുകൾ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് ആ സൈറ്റുകളിൽ പോയി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ അവർ ചോദിക്കുന്നതായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യത്തിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാം. അതിന് നല്ല രീതിയിലുള്ള ഇൻകം നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ഏഴാമത്തെ വഴി എന്ന് പറയുന്നത്. ഇനി നമുക്ക് എട്ടാമത്തെ വഴിയിലേക്ക് കിടക്കാം, കണ്ടന്റ് റൈറ്റിംഗ്. എന്താണ് ഈ ഒരു കണ്ടന്റ് റൈറ്റിംഗ്? ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ ഞാനൊരു വീഡിയോ ഷൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൽ പറയുന്ന ഓരോ പോയിന്റുകളും ഞാൻ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടാവും, അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പഠിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് എനിക്ക് എത്രയും പെട്ടെന്ന് ഈ വീഡിയോയിൽ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ആ ഒരു വെബ്സൈറ്റിലെ മെയിൻ കണ്ടന്റുകളൊക്കെ എഴുതി നല്ല അടിപൊളിയായിട്ട് എഴുതാൻ അറിയുന്ന, അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ പ്രസൻറ്റ് ചെയ്യാൻ റൈറ്റിംഗ് രൂപത്തിൽ പ്രസൻറ്റ് ചെയ്യാൻ അറിയുന്ന ആൾക്കാർക്ക് ഈ ഒരു കണ്ടന്റ് റൈറ്റിങ്ങിലേക്ക് പോകാൻ സാധിക്കുന്നതാണ്. നല്ല രീതിയിലുള്ള ഇൻകം ഈ ഒരു കണ്ടന്റ് റൈറ്റിങ്ങിൽ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ഒമ്പതാമത്തെ വഴിയിലേക്ക് കിടക്കാം, അത് ബ്ലോഗിംഗ് ആണ്. ഓക്കെ, ബ്ലോഗിങ്ങും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. ബ്ലോഗിംഗ് എന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ രൂപത്തിൽ തയ്യാറാക്കുന്ന ഒരു സംഭവത്തിനെയാണ് ബ്ലോഗിംഗ് എന്ന് പറയുന്നത്. എന്നാൽ എഴുതുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ഒരുപാട് എഴുതുന്നതിനെയാണ് ബ്ലോഗിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ ഗൂഗിളിൻ്റെ തന്നെ ഫ്രീ പ്ലാറ്റ്ഫോമാണ് ബ്ലോഗർ. അതുപോലെ തന്നെ മറ്റൊരു പ്ലാറ്റ്ഫോമാണ് വേർഡ് പ്രസ്. ഇതിലൊക്കെ നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങൾക്കറിയുന്ന എന്തെങ്കിലും കാര്യത്തെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എഴുതാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ ക്യാഷ് കിട്ടുകയെന്ന് വെച്ചാൽ ഗൂഗിളിൻ്റെ ആഡ്സൻസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. നമ്മുടെ യൂട്യൂബിൽ പറഞ്ഞ പോലെ ആ ഒരു പ്രോഗ്രാമിൽ നിങ്ങൾ അംഗമാകുക. അപ്പോൾ നിങ്ങൾക്കൊരു യൂണിക് കോഡ് കിട്ടും. ആ ഒരു കോഡ് നിങ്ങളുടെ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബ്ലോഗിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങളുടെ ബ്ലോഗ് കാണാൻ വരുന്ന ആൾക്കാർക്കെല്ലാം പരസ്യം കാണാൻ സാധിക്കും. സോ ആ പരസ്യത്തിൽ അവർ ജസ്റ്റ് കണ്ടാലോ ക്ലിക്ക് ചെയ്താലോ ഒക്കെ അതിലൂടെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് ബ്ലോഗിങ് ഒരു നല്ല രീതിയിലുള്ള ഒരു വരുമാന മാർഗമാണെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പത്താമത്തെ വഴി എന്ന് പറയുന്നത് ഡാറ്റ എൻട്രിയാണ്. ഓൺലൈനിലൂടെ വരുമാനം എന്ന് പറയുമ്പോൾ ഒട്ടുമിക്ക ആളുകളുടെ മൈൻഡിലും വരുന്ന ഒരു വർക്കാണ് ഈ ഒരു ഡാറ്റ എൻട്രി എന്ന് പറയുന്നത്. ഡാറ്റ എൻട്രി ഏതൊരാൾക്കും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതായത് ഒരു കാര്യം, ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ ഇത്രയും പേജ് നിങ്ങൾക്ക് തരും. നിങ്ങൾ ജസ്റ്റ് അത് ടൈപ്പ് ചെയ്തിട്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്കും കാര്യങ്ങളൊന്നും ഇല്ലാതെ ടൈപ്പ് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്താൽ മാത്രം മതി. ഓരോ പേജിനും അല്ലെങ്കിൽ ഇത്ര വേർഡിനൊക്കെ ആയിരിക്കും അതിൻ്റെ ഇൻകം നിങ്ങൾക്ക് കിട്ടുന്നത്. പക്ഷേ ഈ ഒരു ഡാറ്റ എൻട്രി ജോബ് നിങ്ങൾ ഓൺലൈനായിട്ട് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു 50% ഡാറ്റ എൻട്രി ജോബുകളും ഫേക്കാണ്. നിങ്ങൾ വർക്കെല്ലാം ചെയ്യും, പക്ഷേ നിങ്ങൾക്ക് എന്താ പറയുക, പേ ഔട്ട് ഇൻകം ഒന്നും കിട്ടില്ല. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ജെന്യൂൻ ആയിട്ടുള്ള വെബ്സൈറ്റ് സെലക്ട് ചെയ്യാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ജെന്യൂൻ ആയിട്ടുള്ള കമ്പനീനെ സെലക്ട് ചെയ്യാത്തതുകൊണ്ട് മാത്രമാണ്. സോ നിങ്ങളൊരു വെബ്സൈറ്റ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് റിവ്യൂകളോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് മറ്റുള്ളവരോടൊക്കെ ചോദിച്ചിട്ട് മാത്രം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ തുടങ്ങുക. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യും പക്ഷേ നിങ്ങൾക്ക് ഒന്നും കിട്ടത്തില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ 10 വഴികൾ എന്ന് പറയുന്നത്. ഞാൻ വളരെ സിമ്പിൾ ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു കാര്യത്തെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. കാരണം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിനാൽ ഈ ഒരു വീഡിയോ ഒന്നും തികയില്ല. അതുകൊണ്ട് മാത്രമാണ്. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. സ്നേഹപൂർവ്വം.